കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ആ പ്രഖ്യാപനത്തിലേക്ക് എത്തിയൊരു മണ്ഡലമാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തൃശ്ശൂർ. സുരേഷ് ഗോപി ഇന്ന് എത്തുന്നുണ്ടോ അല്ലേ? അവിടെ വലിയ സ്വീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രധാന വാർത്ത അല്ലേ രേഷ്മ? അത് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാധീനം, അതായത് സുരേഷ് ഗോപിക്ക് വളരെ വലിയൊരു സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂര്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം എല്ലാ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ്. മാത്രവുമല്ല സ്ത്രീകൾക്കിടയിലാണെങ്കിൽ വലിയൊരു സ്വാധീനം അദ്ദേഹത്തിന് ചെലുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് എന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ NDA പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. ഇന്ന് തൃശ്ശൂര് സുരേഷ് ഗോപി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരുക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30-ക്കാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപി എത്തുക. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രകടനത്തോടെയാണ് അദ്ദേഹത്തെ കോർപ്പറേഷൻ പരിസരത്തേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. സ്വരാജ് റൗണ്ട് ചുറ്റി 1000-ത്തിലധികം പ്രവർത്തകർ അണിനിരക്കുന്ന പ്രകടനത്തോടെ സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ പരിസരത്ത് സമ്മേളനം ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും വലിയൊരു സ്വീകരണം, ബൈക്ക് റാലിയോട് കൂടിയായിരിക്കും ഈ സ്വീകരണം ഉണ്ടാകുക. എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ NDAയുടെ പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെക്കാൾ ഉപരി തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇതിൽ പങ്കാളിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിജയപ്രതീക്ഷ നൽകുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ആ ഒരു പ്രചരണ ചൂടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ നിന്ന് ലഭിക്കുന്നത്. ഉമേഷ്, വളരെയധികം നന്ദി രേഷ്മ, വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.